വെൽക്കം ടു ലീൻ കോട്ടൺ ബാഗ്സ്. ലിസ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് രൂപേണ രേഖപ്പെടുത്തുക. ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. ഇന്നും 2-3 കോളുകൾ എനിക്ക് വന്നിരുന്നു. എങ്ങനെയെങ്കിലും എനിക്ക് ഒരു ചെറിയ ബിസിനസ് ചെയ്യണം, എന്നാൽ എന്ത് ബിസിനസ് ചെയ്യണം എന്നുള്ളത് ഒരു സംശയമാണ്. ഇത് ഞാൻ ചെയ്താൽ വിജയിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വാങ്ങാനായിട്ട് ആൾക്കാർ മുമ്പോട്ട് വരുമോ, ഇതൊക്കെ അവരുടെ എല്ലാം ഒരു സംശയമാണ്. അതുപോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കിലൂടെ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനൊക്കെ പല ആൾക്കാർക്കും ഭയങ്കര ഭയമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുമോ, നമുക്ക് കടബാധ്യത ഉണ്ടാകുമോ, ഒരു ബിസിനസ് തകർന്നു പോകുമോ എന്നുള്ളതൊക്കെ ഭയങ്കര സംശയം. അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് മതി. 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 1000 രൂപയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത് നിങ്ങളുടെ സംശയം ഉണ്ടാവുമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പ്രോഡക്റ്റിനെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് എങ്ങനെയാണ് നിർമ്മിക്കാൻ സാധിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സ് വെച്ച്, അല്ലെങ്കിൽ കയ്യിലുള്ള ഉപകരണം വെച്ച് നിങ്ങൾക്ക് ആ ബിസിനസ് ഒരു 1/2 കിലോയോ 1 കിലോയോ ഒരു പ്രോഡക്റ്റോ നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. അതിനൊരു 1000 രൂപയൊക്കെ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് മതി. അത് ചിലപ്പോൾ നമ്മുടെ അടുക്കളയിലായിരിക്കാം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള മെഷീനറി ഉള്ള ആൾക്കാർ നിങ്ങളുടെ പരിസര പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ അതെവിടെയാണെന്ന് കണ്ടെത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് വാങ്ങാനുള്ള ഒരു ചെറിയ തുക മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ നിർമ്മിച്ച് കഴിയുമ്പോൾ അതിന് ആപ്റ്റ് ആകുന്ന ഒരു വ്യത്യസ്തമായ ഒരു പാക്കിംഗ് മെത്തേഡ് കണ്ടെത്തിട്ട് വീട്ടിലൊരു ചെറിയ ബിസിനസ് തുടങ്ങാൻ വലിയ ലൈസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിൽ FFC രജിസ്ട്രേഷൻ, ലീഗൽ മെട്രോളജി ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം. അതുപോലെ പാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള പാക്കിംഗ് സ്റ്റൈല്, അത് ബോട്ടിലാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങാം. ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ നമുക്കൊരു 5 ബോട്ടിലൊക്കെ നമുക്ക് നിങ്ങൾ ഡിസൈൻ അനുസരിച്ച് വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ് പൗച്ച് അത് വാങ്ങാൻ കിട്ടും. അത് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും മേടിച്ച് വെക്കണ്ട. നമുക്കിപ്പോൾ 1 കിലോയാണ് നിങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 പ്രോഡക്റ്റ് ആണ് ഉണ്ടാക്കിയതെങ്കിൽ, ആ 5 പ്രോഡക്റ്റ് പാക്ക് ചെയ്യാനുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈനിൽ തന്നെ വാങ്ങാൻ സാധിക്കും. അതിന് വലിയ ഇൻവെസ്റ്റ്മെൻറ്റും വേണ്ട. ഒരു 10-200 രൂപയ്ക്കൊക്കെ 5 ബോട്ടിലൊക്കെ നമുക്ക് മേടിക്കാൻ സാധിക്കും. ചെറിയ തുകയ്ക്ക് നമുക്ക് 5 പാക്കിംഗ് മെറ്റീരിയൽസ് വാങ്ങാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ സ്റ്റിക്കർ അടിക്കുക. സ്റ്റിക്കർ അടിക്കാനായിട്ട് ഒരു ഷീറ്റിന് ഏകദേശം 30 രൂപയേ ആവുള്ളൂ. ആ ഷീറ്റിൻ്റെ നമ്മൾ ഒട്ടിക്കുന്ന ആ സ്റ്റിക്കറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ആ ഷീറ്റിൽ കിട്ടുന്ന സ്റ്റിക്കറിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതുള്ളൂ. ഒരു ഷീറ്റ് അടിക്കാൻ 30 രൂപ 35 രൂപ മാക്സിമം വരുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ആ സ്റ്റിക്കറിൻ്റെ ഒരു ഐഡിയ, അല്ലെങ്കിൽ സ്റ്റിക്കറിൻ്റെ ഡിസൈൻ, ആ സ്റ്റിക്കർ അടിക്കുന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് അത് ഇന്ന രീതിയിലാണെന്ന് വേണ്ടത്, പ്രോഡക്റ്റ് ഈ സൈഡിൽ വേണം, നിങ്ങളുടെ പേര് ഈ സൈഡിൽ ഉണ്ടായിരിക്കണം, വ്യത്യസ്തമായ ഒരു ഫോണ്ടിലായിരിക്കണം എന്നെല്ലാം പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു അട്രാക്റ്റീവായ ഒരു സ്റ്റിക്കർ ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റിന് എങ്ങനെയാണ് ഒരു പേരിടുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതും പറയാൻ എളുപ്പവുമുള്ളതുമായിട്ടുള്ള പേരുകൾ കണ്ടെത്തുക. കുറച്ച് വ്യത്യസ്തമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് അമ്മു, ചിന്നു അങ്ങനെയുള്ള ഒരു പേരുകളൊന്നും ഇടരുത്. പണ്ട് ഞങ്ങൾ ഒരു നൂഡിൽസിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ നൂഡിൽസിൻ്റെ ആ ഒരു പേരുന്ന കൊവിയോ എന്ന ഒരു പേരാണ് ഞങ്ങൾ അതിനിട്ടിരുന്നത്. അപ്പം അങ്ങനെ വ്യത്യസ്തമായ ഒരു പേര് കണ്ടെത്താൻ ശ്രമിക്കും. കൊവിയോ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നതാണ്, ആൾക്കാരുടെ മനസ്സിൽ പെട്ടെന്ന് പതിയുന്നതാണ്. അത് ബ്രാൻഡിലേക്ക് വന്നു കഴിയുമ്പം ആ പേര് എസ്റ്റാബ്ലിഷ് ആയിട്ട് നമുക്ക് കൊവിയോ നൂഡിൽസ് എന്ന രീതിയിലേക്ക് അത് കൊണ്ടുവരാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും ആ പ്രോഡക്റ്റ്, നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഈ പറഞ്ഞ രീതിയിൽ വ്യത്യസ്തമായ പേരോടെ ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. ബ്രാൻഡിങ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1000 രൂപ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യാൻ സാധിക്കും. ഇന്ന് എനിക്കൊരു കോൾ വന്നിരുന്നു, എന്ത് ബിസിനസ് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് പ്രോഡക്റ്റ് കണ്ടെത്തണം എന്നതിനെക്കുറിച്ചെല്ലാം ഭയങ്കര സംശയമാണ്. പക്ഷേ അദ്ദേഹത്തിന് ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം, നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യാനുള്ള എളുപ്പമാണ്. നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഡിജിറ്റൽ ടെക്നോളജി ഉണ്ട്, AI ടെക്നോളജി ഉണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ വാട്സപ്പ് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധ്യതകൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ
നമുക്കൊരു മൊബൈലിലോ ഒരു കമ്പ്യൂട്ടറിലോ ഇരുന്ന് നമുക്ക് ഈ കേരളത്തിലല്ല ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടെക്നോളജികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്രോഡക്റ്റ് ഒരു ചെറിയ പ്രോഡക്റ്റ് ആയിക്കോട്ടെ, കൂടാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ചെറിയ പ്രോഡക്റ്റ് 1, 2, 5 പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ മതി. ആ പ്രോഡക്റ്റിൻ്റെ ഒരു സാമ്പിൾ എടുത്ത് ലിസ ആപ്ലിക്കേഷനിലേക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കും, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം അത് നമ്മൾ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യും. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ടെക്നോളജി മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് വഴി നമ്മൾ പബ്ലിഷ് ചെയ്യും. പല ആൾക്കാരുടെയും പ്രോഡക്റ്റുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ചാനൽസ് കാണുന്നുണ്ട്. നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കൂ, ഇന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കൂ, ഈ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കാശ് മുടക്കാതെ നമ്മൾ ചെയ്തു തരും. ഒരു 10 പൈസ പോലും മുടക്കണ്ട. കാരണം നിങ്ങൾ ഒരു 1000 രൂപയായി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങുന്ന ബിസിനസ്സാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ആ ബിസിനസ്സിനെ ഇപ്പോൾ ഏകദേശം 30,000-ഓളം സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്കുണ്ട്. ആ 30,000 പേരിലേക്ക് നമുക്ക് ഒരു മുതൽ മുടക്കുമില്ലാതെ, അല്ലെങ്കിൽ ഒരു പൈസ പോലും മുടക്കില്ലാതെ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പം നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കുറേ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ലിസ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളിലേക്കും ഈ പ്രോഡക്റ്റിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചും പ്രോഡക്റ്റിനെ കുറിച്ചും അറിയാൻ സാധിക്കും. അപ്പോൾ ഒരാൾ ബുക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന നിങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക് അയച്ചു തരും. അവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വാലറ്റിൽ, ആപ്ലിക്കേഷൻ്റെ വാലറ്റിൽ ആ പ്രോഡക്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു ചെറിയ പോയിൻറ്റ്സ്, ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് തരും. ഓൾറെഡി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തവരുടെ എല്ലാം വാലറ്റിൽ നോക്കുക, ഒരു 50 പോയിൻ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ 50 പോയിൻറ്റിനെ നിങ്ങൾക്ക് 50,000 ആക്കാൻ സാധിക്കും, 5 ലക്ഷം ആക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണ് ആ തുക കയറി വരുന്നത്. ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്ത് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനായിട്ട് ജോയിൻ ചെയ്യേണ്ട ഒരു സംവിധാനമുണ്ട്. ആ ഒരു സംവിധാനം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ വീഡിയോ വഴി ഫുള്ളായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ ലാഭവിഹിതം, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഷെയർ ചെയ്യാൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം വാങ്ങുന്നതിൻ്റെ ലാഭവിഹിതം, ലിസ ആപ്ലിക്കേഷൻ നടത്തുന്ന ബിസിനസ്സുകളുടെ ലാഭവിഹിതം, അങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകളിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ആ പ്രോജക്റ്റുകളുടെ എല്ലാം ലാഭവിഹിതം നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ പറയുന്ന ജീവിതത്തിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. രാവിലെ പേസ്റ്റ് മുതൽ വൈകുന്നേരം കിടക്കുന്ന ബെഡ് വരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതെല്ലാം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം ജനറേറ്റ് ചെയ്യുക എന്നത് ഒരു വ്യത്യസ്തമായ ഒരു സ്ട്രാറ്റജിയാണ്. സത്യം പറഞ്ഞാൽ ലിസ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പാണ്. ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നോ പലചരക്ക് കടയിൽ നിന്നോ പ്രോഡക്റ്റ് വാങ്ങിയാൽ പോലും അതിൽ നിന്ന് ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് മാറ്റത്തിൽ വരുന്ന രീതിയിലേക്ക് ഇതിനെ വളർത്തുവാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നടക്കാവുന്ന കാര്യമുള്ളൂ. എല്ലാവരും കൂടി ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ പല കാര്യങ്ങളും നടക്കും. അപ്പോൾ നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് ലിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തു തരും. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാം. ഒരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ബിസിനസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങാം, അതിനെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു ബിസിനസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുക. കാരണം അതിനുള്ള എല്ലാ ഹെൽപ്പുകളും ലിസ ആപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കും. എങ്ങനെയാണ് എന്ത് ബിസിനസ് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ച ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് മുമ്പിൽ കാണുന്നത് എന്താണോ അത് ചെയ്യണം. ഉദാഹരണം ഞാൻ പറഞ്ഞത്,
ബീറ്റ്റൂട്ടിൻ്റെ ചിപ്സ് നമുക്ക് മാർക്കറ്റിൽ ഇല്ലാത്ത സാധനമാണ്. അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. 1 കിലോ ബീറ്റ്റൂട്ട് മേടിക്കുക, അത് നല്ലോണം കഴുകുക, നല്ല സ്ലൈസായിട്ട് അല്ലെങ്കിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്തതിന് ശേഷം നിങ്ങളത് ഡീഹൈഡ്രേറ്റ് ചെയ്യുക. വെയിലത്ത് വെച്ച് ഉണക്കി അതിൻ്റെ കളർ പോകും. അതുകൊണ്ട് മെഷീൻ വെച്ച് അത് ഡീഹൈഡ്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഡീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ മെഷീൻ വാങ്ങാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അത് എവിടെയാണ് ചെയ്യുന്നതെന്ന് കണ്ടെത്തിയിട്ട്, അല്ലെങ്കിൽ ആ മെഷീൻ എവിടെയാണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അവിടെ ഈ 1 കിലോ അല്ലെങ്കിൽ 5 കിലോ കൊണ്ടോ കൊടുത്ത് ഡീഹൈഡ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചെറിയൊരു ഫ്ലേവറൊക്കെ ചേർത്ത് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അതൊരു പ്രോഡക്റ്റായി മാറി. ആ പ്രോഡക്റ്റിനെ നമ്മുടെ ആപ്ലിക്കേഷനിലുള്ള കമ്മ്യൂണിറ്റി വഴി നമുക്ക് മാർക്കറ്റ് ചെയ്യാം, നിങ്ങളുടെ കടകളിൽ കൊണ്ടുവെക്കാം. അഥവാ നിങ്ങൾ ഈ കടയിൽ കൊണ്ട് വെക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ ആൾക്കാർ അത് രുചിച്ച് നോക്കാനായിട്ട് ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ അത് ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വളർന്നു പോകും. അതുപോലെ തന്നെ നിങ്ങളത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആയിട്ട് വരാനായിട്ട് ലിസ ആപ്ലിക്കേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ കമ്മ്യൂണിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് വലിയൊരു ക്വാണ്ടിറ്റിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന സാധനം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുന്നത് ലിസ ആപ്ലിക്കേഷൻ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പ്രായമായി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യം അതിന് അനുകൂലമല്ല എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്ക് പൈസയില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പൈസയില്ല എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. 1000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാം. പ്രായം കടന്നു പോയിട്ടില്ല. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരവും ചിന്തിക്കാനുള്ള ഒരു മനസ്സുമുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? എനിക്ക് കടമാണ്, എനിക്ക് ജീവിത പ്രശ്നങ്ങളാണ് എന്ന് ചിന്തിച്ച് സമയം കളയാതെ നിങ്ങൾ ആദ്യം ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. ജീവിതത്തിൽ പരാജയങ്ങൾ മാത്രം സംഭവിച്ച ഒരു വ്യക്തി എന്ത് ബിസിനസ് ചെയ്താലും പരാജയമാണ്. കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി, ആത്മഹത്യ ചെയ്യാനായിട്ട് ചിന്തിച്ചൊരു വ്യക്തി, അദ്ദേഹം $99 ചിക്കൻ മേടിച്ച് ഫ്രൈ ആയിട്ട് മാർക്കറ്റ് ചെയ്തു. അതാണിപ്പോൾ KFC ചിക്കൻ എന്ന പേരിൽ ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് കേണൽ സാൻഡേർഡ്. അദ്ദേഹം 65-ാമത്തെ വയസ്സിലാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സമയമൊന്നും പോയിട്ടൊന്നുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് വരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉടൻ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് വേറൊന്നുമല്ല, അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണത്. അവൽ വിളയിച്ചത് വ്യത്യസ്തമായ ടേസ്റ്റിൽ നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന അതേ രുചിയിൽ ഈ സാധനം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ലിസ ആപ്ലിക്കേഷനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും ഒരു വരുമാന മാർഗമാകും, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വരുമാന മാർഗമാകും. അങ്ങനെ ലിസ ആപ്ലിക്കേഷനിലുള്ള എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്ത് അവർക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം കൊടുക്കുകയും അവരുടെ സാമ്പത്തിക ഉന്നമനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. അങ്ങനെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി സാമ്പിൾ തന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു എണ്ണ. ഈ എണ്ണ ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാൻ മാത്രം പരീക്ഷിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ള നമ്മുടെ ഒരു സഹോദരിക്ക് ഇത് കൊടുക്കുകയുണ്ടായി. കാരണം അവർ നല്ല വെളുത്തൊരു സ്ത്രീയായിരുന്നു. പക്ഷെ അവരുടെ കണ്ണിൻ്റെ ഇവിടെ കറുത്ത ഷെയ്ഡുകളുണ്ട്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പക്ഷെ ഇത് കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ കണ്ണിൻ്റെ ഷെയ്ഡുകൾ മാറി. അപ്പോൾ അത്രയും ഗുണമുള്ള ഒരു സാധനമാണ് ഈ എണ്ണ. നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഇത് പർച്ചേസ് ചെയ്യാം. പല ആൾക്കാരും എന്നെ വിളിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ നിങ്ങൾക്ക് ലിസ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങളെ കറുത്ത പാടുകൾ, അതായത് കഴുത്തിൻ്റെ ഇവിടുത്തെ കറുത്ത പാടുകൾ, കണ്ണിൻ്റെ ഷെയ്ഡ്, തുടയിടക്കിലെ കറുത്ത പാടുകൾ, എവിടേക്കാണോ നമുക്ക് കറുത്ത പാടുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ആ കറുത്ത പാടുകളൊക്കെ ഇത് ഒരാഴ്ച തേച്ച് കഴിഞ്ഞാൽ മാറ്റുവാൻ സാധിക്കും. ഇത് നല്ല ഗുണമുള്ള സാധനമാണ്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. ചുമ്മാ അല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്ന സാധനമല്ല, വെർജിൻ കോക്കനട്ട് ഓയിലിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അതുകൊണ്ട് ഏറ്റവും ഗുണമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റുകളൊക്കെ അവരവരുടെ തലമുറകളായിട്ട് കൈമാറി വന്ന ഫോർമുലകളാണ്. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്കും നിങ്ങളുടെ കഴിവിനെ വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഉണ്ട്. ഇതുപോലെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് ലിസ ആപ്ലിക്കേഷൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ആരും ബിസിനസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഐഡിയ ഇല്ല, എനിക്ക് പ്രായമായി പോയി, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം മോശമാണ്,
എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു കാരണവശാലും മാറി നിൽക്കരുത്. നിങ്ങളെല്ലാവരും ബിസിനസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.